സ്കോർ ശരിക്കും പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്താണ് അവന്റെ ക്രെഡിറ്റ് സ്കോർ. കളിക്കാർ എടുത്തത് കൊണ്ട് ക്രെഡിറ്റ് സ്കോർ കൂടുന്നു. 25% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിസയുടെ ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ, നമുക്ക് ഉടനെ വാങ്ങിക്കാൻ പറ്റില്ല എന്നൊന്നും പ്രശ്നമില്ല. 20% ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വാങ്ങിക്കാം. കമ്മ്യൂണിറ്റി UK കത്തോലിക്ക സമൂഹത്തിന് നൽകിയതാണ്. അങ്ങനെയാണ് ബൈബിൾ കലോത്സവം നമ്മൾ പുസ്തകത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം പിതാവിന് അപ്പവും കറിയും കൊടുത്തിട്ട് സമ്മാനം വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് എഴുതി വിടുമ്പോൾ പിതാവ്, എനിക്ക് തോന്നുന്നില്ല പിതാവിന് ഭക്ഷണം കൊടുത്തിട്ട് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും. അതിപ്പോ സമ്മാനം കിട്ടാത്ത ആൾക്കാർ എന്തെങ്കിലും പറയണായിരിക്കും. ഹായ്, ഹലോ, നമസ്കാരം. 1-on-1 കോൺവെർസേഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഡോക്ടർ ടിബിൻ ജോസഫ്. ഒരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും മലയാളികൾ റെസ്പെക്റ്റീവ് ഓഫ് ഏത് നാട്ടിലാണെങ്കിലും ഒരു സ്വപ്നമാണ്, അല്ലേ? അതിന് അതിർത്തികളില്ല, അതിർ വരുമ്പുകളില്ല. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് UK വീട് വാങ്ങാൻ സഹായിക്കുന്ന ഫേമസ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം വർഷങ്ങളായി UK സ്വന്തമായിട്ട് ഫേം നടത്തുന്നു. എന്താണ് മോർഗേജ് അഡ്വൈസിങ്, എങ്ങനെയാണ് അതിലേക്ക് വരാൻ പറ്റുക, എന്തൊക്കെയാണ് അതിൽ നിന്ന് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ്, ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. പ്ലീസ് വെൽക്കം ടു അവർ ഷോ ജഗി ജോസഫ്. ജഗിചേട്ടാ, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. ഞാനിപ്പോ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തു മോർഗേജ് അഡ്വൈസിനെ പറ്റി. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജഗിച്ചേട്ടൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്താലോ. എത്ര വർഷമായി UK വന്നിട്ട്? ഞാൻ 2007 ഏകദേശം 20 വർഷം എടുക്കുന്നു, അല്ലെ? 12 വർഷം ആവുന്നു. അപ്പൊ ഈ 12 വർഷത്തിൽ എത്ര വർഷം ഈ മോർഗേജ് അഡ്വൈസിങ് എന്നൊരു കരിയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് നടത്തുന്നു? മോർഗേജ് ചെയ്യാൻ തുടങ്ങിയത് 2015 മുതൽ. 2015 മുതൽ മോർഗേജ് ചെയ്യുന്നത്. അതിന് മുമ്പ് 2010 മുതൽ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ചെയ്തു. ഇൻഷുറൻസ് കുറെ കാലം ചെയ്ത ശേഷമാണ് ഞാൻ മോർഗേജ് ക്വാളിഫിക്കേഷൻ എടുത്തത്. പിന്നെയാണ് മോർഗേജ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഇപ്പം ഇമ്പോർട്ടന്റ് ആയ ഫാക്ടേഴ്സ് പറഞ്ഞു. ഇൻഷുറൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്വാളിഫിക്കേഷൻ. നാട്ടിൽ എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? നാട്ടിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും നാട്ടില് റിലയൻസിലായിരുന്നു. റിലയൻസ് ലൈഫ് ഇൻഷുറൻസിൽ എക്സിക്യൂട്ടീവ് സെയിൽസ്മാനായിരുന്നു. അതിനു മുമ്പ് ഞാൻ യുറേക്ക ഹോപ്സിലായിരുന്നു. അതിൻ്റെ ഇടയിൽ AMP സൺമാർ, ഓസ്ട്രേലിയൻ ഒരു കമ്പനിയാണ്. അങ്ങനെ AMP സൺമാറിൽ വർക്ക് ചെയ്തത്. അപ്പൊ ഇൻഷുറൻസ് തന്നെ ആയിരുന്നു, അല്ലെ? നാട്ടിലാണെങ്കിലും എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ സഹായിച്ചോന്ന് ചോദിച്ചാല്, നമ്മള് നാട്ടിൽ അത്രയും ക്വാളിഫൈഡ് ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് AMP ലൈസൻസ് ഉണ്ടായിരുന്നു, ഞാൻ ട്രേഡ് ചെയ്യായിരുന്നു, എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഒക്കെ ചെയ്യാൻ. റിലയൻസ് പോലെ ഒരു കമ്പനി നല്ല ടോപ്പിലുള്ള ഒരു പൊസിഷൻ നമ്മൾ ഉണ്ടായിരുന്നു. 10ന്റെ ഉള്ളിൽ എപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത്, എല്ലാ മാസവും. പക്ഷെ എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ വരുമ്പോൾ വിചാരിച്ചു, ഓക്കെ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇൻഷുറൻസിലോ അല്ലെങ്കിൽ മോർഗേജ് കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിരുന്നു. ഇവിടെ ആ സാധനത്തിന് അത് ഒരു ഇമ്പോർട്ടന്റ് ഉണ്ടായില്ല. നമ്മളൊക്കെ ആദ്യം അയക്കുന്ന CV ഒക്കെ എല്ലാം അപ്ലിക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ബാക്ക്ലൈസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവസാനം തിരിച്ചു വരും, ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ വേറെ രീതിയാണ്. അന്നങ്ങനെ ആരും ഗൈഡ് ചെയ്യാനില്ല നമുക്ക്. പിന്നെ നമ്മൾ ആദ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ 2010 നമ്മൾ മെറ്റ്ലൈഫിൽ ഇൻഷുറൻസിൽ വരുന്നു. പിന്നീട് നമ്മൾ മെറ്റ്ലൈഫിൽ അപ്പോയിന്റ് ഓപ്പർച്യൂണിറ്റി വരുന്നു. അത് കഴിഞ്ഞു മെറ്റ്ലൈഫിൽ കുറെ കാലം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 4 പേര് മെറ്റ്ലൈഫിൽ നിന്ന് മാറി നമ്മളൊരു കമ്പനി ഇൻഫിനിറ്റി മോർഗേജ്. അതിന് മുമ്പ് ഞങ്ങൾ സ്ഥാപിച്ചതായിരുന്നു ലൈഫ് ലൈൻ പ്രൊട്ടക്ട്. നമ്മളവിടുന്ന് മാറിയതാണ്. ലൈഫ് ലൈൻ പ്രൊട്ടക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ അതിനകത്തുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ ശരിയാവില്ലെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ പിന്നെ വിചാരിച്ചു, വേണ്ട, നമുക്ക് നേരിട്ടാകാം, ഒറ്റയ്ക്കാവാം. അങ്ങനെ ആണ് ഇൻഫിനിറ്റി ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ജഗിച്ചേട്ടൻ തന്നെ പറഞ്ഞു, അങ്ങയുടെ ബാക്ക്ഗ്രൗണ്ട് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ പോലും ഇവിടെ ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ അഡ്വൈസിങ്, മോർഗേജ് അഡ്വൈസിനായിട്ട് കയറാൻ അത് ഒരുപാട് സഹായിച്ചില്ല. എനിക്ക് തോന്നുന്നത് കേൾക്കുന്ന പലർക്കും ചോദ്യം ഉണ്ടാവും, എങ്ങനെ ഈ ഫീൽഡിലേക്ക് വരാം, എന്തൊക്കെയാണ് ലൈസൻസിങ്, അങ്ങനെയുള്ള എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരാൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്, ഒരു മോർഗേജ് അഡ്വൈസർ ആണെങ്കിൽ എന്തൊക്കെ ലൈസൻസ് വേണ്ടി വരും, എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇവിടെ UK ഇവിടെ വന്നിട്ട് ഇപ്പൊ മോർഗേജ് അഡ്വൈസർ ആവണമെങ്കിൽ സാധാരണ വെറുതെ നമുക്ക് മോർഗേജ് അഡ്വൈസർ ആവാൻ കഴിയും. കോഴ്സ് കഴിയാണെങ്കിൽ സിമാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമാപ്പ് ഉണ്ട്. സിമാപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ലൈസൻസ് ആണ്. സിമാപ്പ് ക്വാളിഫൈഡ് ആണ് ശരിക്കും മോർഗേജിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള.
സോറി ഏത് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും സീമാപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സിമാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ CIയുടെ വരുന്ന വേറെ ഒരു സാധനമുണ്ട്, അത് ഏതെങ്കിലും ഒന്ന് ചെയ്യണം. കൂടുതലായിട്ട് വരുന്നത് അതിനകത്ത് കറക്റ്റ് വരുന്നത് തിരിച്ച് സിമാപ്പാണ്. ഓക്കെ, സിമാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഈ മോർഗേജ് അഡ്വൈസിങ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ സാധനം റൈറ്റ്. സർട്ടിഫിക്കറ്റ് മോർഗേജ് സിമാപ്പ് കഴിഞ്ഞാലാണ് ശരിക്കും നമുക്ക് മോർഗേജിന്റെ സാധനത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മോർഗേജിന്റെ എന്ത് സംഭവമാണെങ്കിലും എന്തായിട്ട് ബന്ധിപ്പിക്കുന്നത്. പിന്നെ മോർഗേജ് സിമാപ്പ് കഴിഞ്ഞ ശേഷം നമ്മളത് ക്വാളിഫൈഡ് ആവും. വെറുതെ ഒരു ഡിഗ്രി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. നമ്മള് ആരെങ്കിലും കൂടെ വർക്ക് ചെയ്ത് 1 കൊല്ലം 2 കൊല്ലം എടുക്കും ചിലപ്പോൾ. കഴിഞ്ഞ ശേഷം നമ്മളെ സൈൻ ഓഫ് ചെയ്യും. സൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ, ഇപ്പം ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇൻഫിനിറ്റി മോർഗേജിൽ അഡ്വൈസർ ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? നിങ്ങൾ ചെയ്യാറുണ്ട്, ഇഷ്ടമുണ്ട് അല്ലേ? നമ്മൾ ശരിക്കും ഇൻഫോമിന്റെ തന്നെ നമ്മൾ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ഇൻഷുറൻസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് സിമാപ്പ് എടുത്ത് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം അഗെയിൻ നമ്മുടെ നമ്പറും കോൺടാക്ട്സ് ഒക്കെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കമ്മിങ് ബാക്ക് ടു അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പൊ റെസിഡൻഷ്യൽ മോർഗേജ് ഉണ്ട്, കൊമേഴ്ഷ്യൽ മോർഗേജ് ഉണ്ട്, പല മോർഗേജ് ഉണ്ട്. എന്താണ് ഇൻഫിനിറ്റി സർവീസിന്റെ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്? ഇൻഫിനിറ്റി ചെയ്യുന്നത് ശരിക്കും മോർഗേജിന്റെ എല്ലാ പ്രോസസ്സിലും മോർഗേജ് ഇൻഫിനിറ്റി കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം ബയേഴ്സ് ആദ്യം ഇപ്പൊ പ്രധാനമായിട്ട് വരുന്നത് ആദ്യമായിട്ട് വീട് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ആദ്യമായി വീട് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് സാധാരണഗതിയിൽ അവർക്ക് എങ്ങനെയാണ് ഈ പ്രോസസ്സ് വീട് വാങ്ങിക്കുക എന്നുള്ളത് നമുക്ക് നമ്മൾ അറിയാമല്ലോ. ഒരു സാധനം ചെയ്യുന്നത് അങ്ങനെ ഈസിയുള്ള സംഭവമല്ല. അതിന് കുറച്ച് പ്ലാനിങ് വേണം ശരിക്കും. മോർഗേജ് നോക്കാൻ പോകണമെങ്കിൽ നമ്മളൊരു 5-6 മാസം മുമ്പ് ഒരു പ്ലാനിങ് വേണം. എനിക്ക് വീട് വാങ്ങിക്കണം. പിന്നെ ആദ്യം വീടിന് നോക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തോരം മോർഗേജ് കിട്ടും, അതിന്റെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയുണ്ട്, എനിക്ക് എത്ര മോർഗേജ് കിട്ടും എന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ ആ ഒരു എമൗണ്ടിനനുസരിച്ച് നമുക്ക് മോർഗേജ് നോക്കാം, പ്ലാൻ ചെയ്യാം. നമുക്ക് മേടിക്കുന്ന പ്രോപ്പർട്ടി പ്ലാൻ ചെയ്യാം അല്ലേ? ആദ്യം ചെയ്യുമ്പോൾ എപ്പോഴും പറയാ, അതിനകത്ത് ഞങ്ങളൊക്കെ സാധാരണ എല്ലാവരോടും പറയുന്നത് മോർഗേജ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 6 മാസം മുമ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ശരിക്കും പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരാം. നിങ്ങളുടെ സാലറി സ്ലിപ്പ്, നിങ്ങളുടെ 3 മാസത്തെ പേ സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെന്റും നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി വിസയിലാണെങ്കിൽ. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രെഡിറ്റ് സ്കോർ. ഈ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടും കൂടി എടുത്ത് അയച്ചു തരാം, ഞങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് എന്തോരം വരെ നിങ്ങൾക്ക് മോർഗേജ് കിട്ടും നിങ്ങൾ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ആ റേഞ്ചിലുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എത്ര ഡിപ്പോസിറ്റ് ഇടണം? ഈ UK ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. PR ആകാത്ത ഒരു വ്യക്തി, ഒരു ഫാമിലി 1 വർഷം 2 വർഷം UK എത്ര % മിനിമം ഡെപ്പോസിറ്റ് ഇടേണ്ടത്? ഇപ്പൊ ശരിക്കും പറഞ്ഞാല് മിനിമം 5% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മോർഗേജ് ചെയ്യാം. 10% ഉണ്ട്, 15% ഉണ്ട്, പിന്നെ 25% ഇരുന്ന ആൾക്കാരുണ്ട്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു കാറ്റഗറി. അതിലൊരു 10% നമ്മൾ ഇടുകയാണെങ്കിൽ കുറച്ച് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. നമ്മൾ കമ്പയർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ കുറച്ച് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഈ 10% വരുന്നത്. 5% ഡീലിംഗിലൊക്കെ അധികം വരുന്നത് വെച്ചാൽ ബാങ്കുകൾ റിസ്കിലായിരിക്കും. 5% അല്ലല്ലോ വ്യത്യാസം, ഇക്വിറ്റി ആയിട്ടുള്ള വ്യത്യാസം. ഒരു മാർക്കറ്റിൽ ചെറിയ ഡിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവരെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ 10% ചെയ്യാം. കുറെ കമ്പനികൾ നമ്മൾ ഈ ഇവിടെയുള്ള ഇത്രയും ബാങ്കുകളിൽ ഏകദേശം 4-5 കമ്പനികൾ മാത്രമേ ഈ വിസ കാറ്റഗറിയിൽ ചെയ്യുന്നുള്ളൂ. വിസയിലേക്ക് ചെയ്യുന്നത് അവരുടെ അതിനകത്ത് വരുന്നതാണ് മെയിനായിട്ട് 5% ചെയ്യാൻ നമുക്ക് ചെയ്യാം. കുറെ പേർക്ക് പുതിയതായിട്ട് വീട് വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഇതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പൈസ ആദ്യം ഡിപ്പോസിറ്റ് സേവിങ്സ് കുറവുള്ള ആൾക്കാർക്കും വീട് മേടിക്കാൻ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് പലരും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിൽ പോയി ലോൺ എടുത്തു, എന്തിനാണ് നിങ്ങൾ മോർഗേജ് അഡ്വൈസേഴ്സിൽ പോകുന്നത്? എന്താണ് അതിന്റെ ഒരു ഉത്തരം? UK അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ മോർഗേജ് അഡ്വൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ശരിക്കും ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ പോയി ചോദിക്കാന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയാൽ നിങ്ങൾക്ക് ചോദിക്കാൻ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ നേരെ ബാങ്കിൽ പോകും, നാളെ മോർഗേജ് എടുക്കാൻ പോകണം. UK ഏറ്റവും വലിയൊരു ബാങ്ക് HSBC. ആദ്യം വന്നപ്പോഴേ അക്കൗണ്ട് ഉണ്ടാവും. നേരെ HSBC ബാങ്കിൽ പോയി റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ പറയും, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറയും 5% ഉണ്ട്, 10% ചെയ്യണം അത് പറയും. നോക്കി എല്ലാം കഴിഞ്ഞ് എല്ലാം നിങ്ങൾ അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നോക്കിക്കേണ്ടത് പറയും, സോറി നിങ്ങൾക്ക് മോർഗേജ് തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ അവരുടെ ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് മോർഗേജ് ചെയ്യാൻ പറ്റില്ല. നേരെ ഹാലിഫാക്സിൽ പോയി, ഹാലിഫാക്സിലും സെയിം തന്നെയാണ്. നോക്കി അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ 5% 10% ഉണ്ട്, നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ പറയും പറ്റില്ല, കാരണം നിങ്ങൾ വിസയിലാണ്, നിങ്ങൾക്ക് ആ ബാങ്കുകൾ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോ
നിങ്ങൾ അവിടെ പോയി അവിടെ കുറച്ച് നേരം സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ വന്നു ഇപ്പുറത്തെ ബാങ്കിൽ വന്നു നിങ്ങൾ ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ചില ആൾക്കാർ നേരെ ഡിപ്പ് എടുക്കും. ഡിപ്പ് എടുക്കുമ്പോഴും പ്രിൻസിപ്പൽ ബാങ്കിൽ ഓൺലൈനിൽ കയറി എടുക്കും. ഹാലിഫാക്സിന്റെ 10% വിസയിലേക്കുള്ള ഡിപ്പൊക്കെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് കാണിക്കും, പിന്നെ നോക്കുമ്പോഴേക്കും കിട്ടില്ല. അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പം ബാങ്ക് ഡിപ്പ് ഡിസിഷൻ തന്നാലും ഡീറ്റെയിൽ നമ്മളൊരു ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് റിജക്ട് ചെയ്യും. അവരുടെ ക്രൈറ്റീരിയയിൽ നമ്മൾ വിസയിലാണെങ്കിൽ നമുക്ക് മോർഗേജ് തരത്തില്ല. ഈ 10% മോർഗേജ് തരത്തില്ല. അവര് സാധാരണ ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. നിങ്ങൾ ചെന്ന് പോകുമ്പോൾ ഒക്കെ ബ്രിട്ടീഷുകാരനാണ് പോകുന്നത്, കൺസൾട്ടിലാണ് അവർ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരുന്നതും സാറിനും അത് ചെയ്യുന്നതും. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സിറ്റിസൺ ആണോ അത് നോക്കുന്നില്ല. അവര് നോർമൽ ക്രൈറ്റീരിയല്ല സാധനം. അത് തന്നു കഴിഞ്ഞ് നോക്കി നിങ്ങൾ വീടൊക്കെ ഓഫർ ചെയ്ത് സോളിസിറ്ററൊക്കെ ചിലപ്പോൾ വെക്കും. അത് കഴിഞ്ഞിട്ട് അത് നോക്കുമ്പോഴാണ് മോർഗേജിന് പോകുമ്പോഴാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റീസെന്റ് ആയിട്ട് ഉണ്ടായിരുന്നു ബാക്ക്ലൈസിന്റെ ഹാലിഫാക്സിന്റെ ഡിപ്പൊക്കെ എടുത്ത് മോർഗേജിന്റെ ഇതൊക്കെ കൊടുത്ത് അവിടെ കൊടുത്ത് ഓഫറൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ഫ്രണ്ട് പറഞ്ഞത് നമ്മളത്. അത് എന്നിട്ടാണ് പുള്ളിയോട് പോയാൻ പറഞ്ഞ പുള്ളി വിശ്വസിക്കുന്നില്ല. കാരണം അല്ല എനിക്ക് ബാങ്കിൽ നിന്ന് ഡിപ്പ് കിട്ടി പറഞ്ഞു 10% നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. യുഎസ്ഇയിലാണ്. നിങ്ങൾ വന്നിട്ട് ആകെ 1.5 കൊല്ലമായിട്ടുള്ളൂ. രണ്ടുപേരും ഹാലിഫാക്സിന്റെ കയറ്റിട്ട് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ അയാൾ നോക്കി, പിന്നെ അയാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ വേറെ ബാങ്ക് തരാം, നമ്മൾ ചെയ്യുന്ന ബാങ്കുകളൊന്നും തരാം. ഹാലിഫാക്സ് ചെയ്തിട്ടുണ്ടാണ്, പക്ഷെ ഹാലിഫാക്സ് ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് തരുന്നില്ല. മുമ്പ് ഹാലിഫാക്സ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അയാൾ ചോദിച്ചു വിസയിലാണ് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുള്ളിക്ക് മനസ്സിലായിട്ട് ഡിപ്പ് എടുത്തത് ആ ഡിപ്പിന്റെ കാറ്റഗറിയിൽ എടുക്കുമ്പോൾ ഇത് ചോദിക്കുന്നില്ല, വിസ നാഷണാലിറ്റി ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഇവിടുത്തെ കണ്ടീഷൻ ആണ്. പക്ഷെ ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ ഞങ്ങൾക്ക് വേറെ നമ്മൾ ബ്രിട്ടീഷ് സിറ്റിസൺ തന്നെ ആവശ്യമുണ്ട്. നിങ്ങൾ ഒരു മോർഗേജ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ പ്രൊഡക്റ്റ് മാത്രമേ പറയൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ്. നോർമലി ഞങ്ങൾക്ക് ആ ബാങ്കിനെ ചെയ്യണമെന്നില്ല. ഞങ്ങൾ സോഴ്സ് ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് വരുന്ന ഏത് ബാങ്കാണോ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യും. HSBC ആണോ HSBC കൊടുക്കും. പല ആൾക്കാരും HSBC ചെയ്യുന്നില്ല, അവർക്ക് കിട്ടത്തില്ല. ഞങ്ങൾക്ക് HSBC ഉണ്ട്, HSBC നമ്മൾ ചെയ്യുന്ന ബാങ്കാണ്. പക്ഷെ HSBC ആണ് ചില സമയത്ത് ലോവസ്റ്റ് വരണമെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും. അതേസമയം ചിലപ്പോൾ ഹാലിഫാക്സ് ആയിരിക്കും വന്നത്. അപ്പൊ നമ്മള് ഓരോരോ ബാങ്കിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഇവിടുന്ന് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇതിന്റെ ഓരോ ക്രൈറ്റീരിയ, ഏത് ബാങ്കാണ് നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഇട്ടു, ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സ്കോർ കുറയാൻ നമ്മൾ കാത്തിക്കത്തില്ല. നിങ്ങൾക്കറിയാം സാധാരണ വിസയിലാണ് നിങ്ങൾക്ക് വളരെ കുറച്ച് സ്കോർ ഉണ്ടാവും. ആ സ്കോറിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന മോർഗേജ് ഒരൊറ്റ ആപ്ലിക്കേഷൻ തീർക്കാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം, നിങ്ങളുടെ സമയം നമ്മളെ നോക്കുന്നത് എപ്പോഴും അതാണ്. നിങ്ങൾ കുറെ സ്ഥലത്ത് പോയി കുറെ ബാങ്കുകളിൽ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കിട്ടിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരുന്നതിനേക്കാൾ നല്ലത് കിട്ടാവുന്ന ബാങ്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആൾക്കാരെ ഏൽപ്പിക്കുക. ഇപ്പൊ പ്ലംബിങ് അറിയാം, യൂട്യൂബ് വീഡിയോ നോക്കി ചെയ്തിട്ട് വീട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന പോലത്തെ അത് അറിയാവുന്ന ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ചെയ്തു തരും. അതിനകത്ത് ഒരു ചോദ്യം ഉള്ളത്, എന്താണ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്? ചെയ്തവർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലയൻസിനെ ചാർജ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ അധികം ക്ലയൻസും മലയാളി, അല്ലെങ്കിൽ ഇന്ത്യക്കാര്, വളരെ കുറച്ച് പേര് ഇംഗ്ലീഷുകാർ, എത്ര ഉണ്ടോ ഒരു 95% ഞങ്ങൾക്ക് ഇന്ത്യക്കാരോ അല്ലെങ്കിൽ മലയാളികളോ ആയിട്ടുള്ള ക്ലയൻസ്. കൂടുതൽ ഒരാളെ റെഫർ ചെയ്തു, ഒരാൾ നന്നായി ചെയ്തു, അയാൾ പിന്നെ പറഞ്ഞു നമ്മൾ ഇവിടെ ഫോണിലാണ് അധികവും വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോ സാധാരണഗതിയിൽ നമ്മൾ ഇവരെ ചാർജ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ വേണമെങ്കിൽ up to 3% വരെ ചാർജ് ചെയ്യാം. FCA allowed ആണ്. 3% വരെ ചാർജ് ചെയ്യാം. ഇംഗ്ലീഷ് ഫോംസ് ഒക്കെ കുറെ പേര് ചാർജ് ചെയ്യും. 2000 പൗണ്ട് ചാർജ് ചെയ്യുന്ന മലയാളി ഫോം ഉണ്ട്. അപ്പൊ അത് നമ്മൾ അവരെ ചാർജ് ചെയ്തില്ല. ഞങ്ങൾക്കുള്ള ഫീസ് എപ്പോഴും ബാങ്കിന് ഒരു പ്രൊക്രേഷൻ ഫീ ഉണ്ടാവും. ബാങ്കിന് നിങ്ങൾക്കറിയാം മോർഗേജ് എന്ന് പറയുമ്പോൾ ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ കിട്ടി നിങ്ങളുടെ പൈസ അടക്കുന്ന സമയത്ത് വരെ അത് കഴിഞ്ഞിട്ട് പേയ്മെന്റ് വരുള്ളൂ. എനിക്ക് സാധാരണ ഒരു ചില കേസിലൊക്കെ 3 മാസം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ. ന്യൂ ബിൽഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 വർഷം വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. വീട് ഉണ്ടാക്കി കിട്ടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ. ആ പ്രോസസ് വരെ നമ്മൾ ഇവരുടെ കൂടെ ഉണ്ടാവണം. ഈ അഡ്വൈസിംഗ് പ്രോസസ് നമുക്ക് ഉണ്ടാവണം. വർക്കിംഗ് അറ്റ് റിസ്ക് ആണ് ബേസിക്കലി പൈസ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരൊക്കെ അധികം ചാർജ് ചെയ്യുന്നത്. കാരണം അവർക്ക് ആ
ഇപ്പൊ നമ്മൾ ചെയ്തു ആദ്യം ഇനീഷ്യലുള്ള കോസ്റ്റ് ഉണ്ടല്ലോ, അതെ അഡ്വൈസിംഗ് ഒരു കോസ്റ്റ് ഉണ്ട്, എല്ലാത്തിനുള്ള കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് ഉള്ളതുകൊണ്ട് അവരത് ആ കാശ് ആദ്യം തന്നെ നമ്മളൊക്കെ എടുത്തു. നമ്മളൊക്കെ ചാർജ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളുടെ തന്നെ ഫോമില് ബസ്റ്റോള് ഞങ്ങൾക്ക് 4 പേരുണ്ടായിരുന്നു ശരിക്കും പണ്ട് സസ്മേൻ ഉണ്ടായിരുന്നു. 4 ഞാൻ മാത്രമേ ചാർജ് ചെയ്യാത്തുള്ളൂ. ബാക്കി 3 ഇംഗ്ലീഷുകാരാണ്. 3 പേരും ചാർജ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്നെ ഭയങ്കര ഇതായിരുന്നു ശരിക്കും. കാരണം ഞാൻ മാത്രം ചാർജ് ചെയ്യുന്നില്ല, അത് ശരിയല്ല. അപ്പൊ അത് വ്യക്തമാണ്. മൂന്നാമത്തെ ഒരു അസോസിയേറ്റഡ് ടോപ്പിക് ക്രെഡിറ്റ് സ്കോർ. ഒരുപാട് നമ്മൾ മെൻഷൻ ചെയ്തല്ലേ. ഇപ്പൊ ഇവിടെ വരുന്ന മലയാളികൾക്ക് ഒബിയസ്ലി ക്രെഡിറ്റ് സ്കോർ കുറവായിരിക്കും. റീസെന്റ് വന്നതും അല്ലെ ഒരു വർഷമായവർക്ക് പലരുടെ അഡ്വൈസ് ഉണ്ടോ യൂട്യൂബിലൊക്കെ പലയിടത്തും കേൾക്കാം. ക്രെഡിറ്റ് കാർഡ് എടുത്ത് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ നല്ലോണം ക്രെഡിറ്റ് സ്കോർ കയറും എന്ന രീതിയിൽ അങ്ങനെ പറയാനുള്ളത് എന്താണ്? ഇത് ക്രെഡിറ്റ് സ്കോർ ശരിക്കും പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് കാർഡ് എടുത്തത് കൊണ്ട് ക്രെഡിറ്റ് സ്കോർ കൂടുന്നു അങ്ങനെ ഒരു സംഭവം. ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ആ ക്രെഡിറ്റ് കാർഡ് നമ്മളിപ്പോ എല്ലാ കാർഡ് യൂസ് ചെയ്യുന്നത് എല്ലാ മാസം യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടംപോലെ ക്ലയൻസ് ആണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇതുപോലെ യൂട്യൂബിലൊക്കെ കേട്ടിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് വന്ന ഉടനെ ക്രെഡിറ്റ് കാർഡ് എടുത്തു അത് ഉപയോഗിക്കുന്നത് ആൾക്കാർക്ക് അതുകൊണ്ട് സ്കോർ ഒരിക്കലും കൂടിയില്ല. കഥ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന കാർഡ് യൂസ് ചെയ്തിട്ട് പലരും ഈ ഗൾഫിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കടം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തു വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് പേ ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ മാസം ബില്ല് വരുമ്പോഴേക്കും അവർ പേ ഔട്ട് ചെയ്യും. കാരണം ഒരു ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ടൊരു പേയ്മെന്റ് പോകാനുള്ള ഒരു സംഭവം. ഈ ക്രെഡിറ്റ് കാർഡിനെ ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഇവിടുത്തെ കണ്ടീഷനിൽ നമ്മൾ 1-ാം തീയതിയാണ് നമ്മുടെ ബില്ല് തരിക. ഈ കഴിഞ്ഞ മാസം നവംബർ 1-ാം തീയതി മുതൽ നവംബർ 30-ാം തീയതി വരെയുള്ളതാണ് ബില്ല് തരുന്നത്. അതിപ്പോ ഏപ്രിൽ 1-ാം തീയതി നമുക്ക് ബില്ല് ഡിസംബർ 1-ാം തീയതി നമുക്ക് ബില്ല് വരും. അത് നമ്മളൊരു ഡിസംബർ 15-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി അപ്പോഴാണ് 50 ദിവസം 45 ദിവസം 50 ദിവസത്തിനുള്ളിലാണ് അത് പേ ചെയ്യും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ എത്രയാണോ ബില്ല് എമൗണ്ട് അത് ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോർ പോകും. അത് നിങ്ങളുടെ സ്കോറിനെ ഡെവലപ്പ് ചെയ്യും. കാരണം നിങ്ങൾ കടം വാങ്ങിക്കുകയും സമയത്ത് കറക്റ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കുമെന്ന് ഉള്ള ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതിന്റെ മുകളിലാണ് നിങ്ങളുടെ സ്കോർ പോകുന്നത്. അതല്ലാതെ കാർഡ് വാങ്ങിച്ചു യൂസ് ചെയ്തു ചെന്ന് പറഞ്ഞ പേ ചെയ്തു ഇപ്പം ക്രെഡിറ്റ് എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് സമയത്ത് അടയ്ക്കാത്തതോടെ ക്രെഡിറ്റ് സ്കോർ കുറയാൻ ചാൻസ്. പിന്നെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ യൂസ് ചെയ്യണമെന്നല്ല, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ഒന്ന് ചെയ്യേണ്ടത് ഇപ്പോ ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 1000 പൗണ്ടിന്റെ കാർഡാണ് ഇനീഷ്യലി കിട്ടിയിട്ടുണ്ടാവും. 1000 പൗണ്ടിന്റെ കാർഡ് 1000 പൗണ്ടിന്റെ കാർഡ് കിട്ടി. ഇപ്പൊ ഞാൻ 2-3 പേരെ പറഞ്ഞുതരാം. ഇന്നലെ ഒരാള് ആൾക്ക് കിട്ടിയത് 4000 പൗണ്ടിന്റെ കാർഡാണ്. അത് 4000 പൗണ്ടിന്റെ കാർഡ് എടുത്തിട്ട് 4000 പൗണ്ട് യൂസ് ചെയ്തു. ഫുൾ ക്രെഡിറ്റ് ലിമിറ്റും പുള്ളി യൂസ് ചെയ്തു. എന്നിട്ട് ഇപ്പൊ പുള്ളി ഏകദേശം ഒരു 175, 200, 225 പൗണ്ട് വെച്ച് അടയ്ക്കുന്നുണ്ട്. ഈ പുള്ളി അറിയത്തില്ല അതിന് ഇൻട്രസ്റ്റ് എത്രയും. ഇതിന് ഈ ഒരു വർഷം കഴിഞ്ഞ മുതൽ പുള്ളിക്ക് ഒരു മാസം കഴിഞ്ഞ മുതൽ പുള്ളിക്ക് ഇൻട്രസ്റ്റ് വരുന്നത് പുള്ളി കാണിച്ചില്ല. ഞാൻ നമ്മളെ ഈ ക്ലയന്റിനോട് സംഭവം പറഞ്ഞു നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണ്, ക്രെഡിറ്റ് സ്കോർ കുറവ്, ഈ ഒറ്റ കാർഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പുള്ളിയോട് പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ എല്ലാ മാസവും അടയ്ക്കുന്നുണ്ട് 225, 300, 125 ഒക്കെ ഞാൻ അടയ്ക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ മുഴുവൻ അടച്ചിട്ടില്ല, ഞാൻ എടുത്ത സാധനം ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇത്ര % ഇൻട്രസ്റ്റ് കൊടുക്കണ്ട, കാരണം 36% ഇൻട്രസ്റ്റ് ആണ്. 36% APR അത് മന്ത്ലി വരുന്ന സംഭവം. ക്രെഡിറ്റ് കാർഡ് നല്ലതാണ്, കറക്റ്റായി ഉപയോഗിച്ച് മുഴുവൻ പേയ്മെന്റും കറക്റ്റ് ആ സമയത്ത് തന്നെ ബില്ലിന്റെ ഡേറ്റിൽ കറക്റ്റ് അടച്ചു പോയിട്ടില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സകല ഇടപാടും തീർന്നു. അങ്ങനെ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ശരിക്കും അറിയാതെ പല ആൾക്കാർ പെടുന്നതാണ്. അതൊരു കേസാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം നല്ലതാണ്, നമുക്ക് അത്ര സമയം കിട്ടും. നമ്മൾ കാർഡ് യൂസ് ചെയ്ത് ഒരു 19 ദിവസം നമുക്ക് സമയം ഡയറക്റ്റ് ഒരു അതാണ് ശരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് നല്ലതാണ്. പക്ഷെ സമയത്തിന് അത് കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ ആദ്യം നമ്മൾ എന്ന് തുടങ്ങിയാണോ ആ മാസത്തിന്റെ ആദ്യം മുതലുള്ള ബില്ല് വരുന്ന സമയം മുതലുള്ള റേറ്റ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. എനിക്കത് അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പലർക്കും അറിവുള്ളവരുടെ അല്ലെ ലൈസൻസ് ഇതുപോലെ മോട്ടിവേറ്റ് അഡ്വൈസേഴ്സും നമുക്ക് നിങ്ങളുടെ യൂട്യൂബിൽ പല വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെ എത്രത്തോളം ക്വാളിഫൈഡ് ആണെന്നും അവർ പറയുന്ന കാര്യങ്ങളിൽ എത്ര ലോജിക്കുണ്ടെന്നും ഇതുപോലെ അറിവുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക.
ഇപ്പം ക്രെഡിറ്റ് ഹിസ്റ്ററി കൂട്ടാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നോർമലി ഒരാൾക്ക് ചെയ്യാൻ പറ്റും? നമ്മളൊരു 1 വർഷം 2 വർഷമായ ആൾക്കാർക്ക് 2 വർഷമായ ആൾക്കാരാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ രാജ്യത്ത് എല്ലാവർക്കും അതെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. ഇലക്ട്രോൾ സ്റ്റുഡന്റ് അടക്കം നമുക്ക് വോട്ട് ചെയ്യും. അതെ. വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വന്നു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തേക്ക് മാറിയാലും നമ്മൾ വോട്ട് ചെയ്യാനുള്ള നമ്മൾ ഇലക്ട്രൽ രജിസ്റ്റർ ചെയ്തു. കൗൺസിൽ ടാക്സ് അതുപോലെ നമ്മൾ എല്ലാവരും ടാക്സ് അടയ്ക്കും. അതെ. സ്റ്റുഡന്റ് ആണെങ്കിലും കൗൺസിൽ ടാക്സ് ഉണ്ട്, പക്ഷേ എക്സംഷൻ ഉണ്ട്, അവർക്ക് അടക്കുന്നില്ല, പക്ഷെ അവരുടെ പേര് അവിടെ ഉണ്ടാവും. ആ കൗൺസിൽ ടാക്സ് അടക്കുന്നത് രജിസ്റ്റർ ചെയ്യുക. കൗൺസിൽ ടാക്സിൽ. പിന്നെ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ഗ്യാസ് വാട്ടർ യൂട്ടിലിറ്റി വരുന്നത് മെയിൻ ആയിട്ട് ഈ ഇലക്ട്രിസിറ്റി ഗ്യാസ് വാട്ടർ മൊബൈലൊന്നും അത്ര അധികം എഫക്ട് ചെയ്തില്ല. പക്ഷെ ഇത് അതുപോലെ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ ഈ ബ്രോഡ്ബാൻഡ് കൂടെ ലാൻഡ് ഫോൺ പറഞ്ഞുള്ളത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുന്ന സമയം ലാൻഡ് ഫോൺ ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുപോലും ആരും. പക്ഷെ എന്നാൽ കൂടി ആ അഡ്രസ്സിലൊരു ലാൻഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് സ്കോർ കൂടും. പിന്നെ ഈ പറഞ്ഞ സാധനത്തിൽ എല്ലാത്തിലും നിങ്ങൾ രണ്ടുപേരും മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും പേര് വെക്കുക. ഒരെണ്ണത്തിൽ നിന്ന് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് വിട്ട് വെക്കുക, മറ്റേതിൽ മറ്റേ ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് വിട്ട് വെക്കുക. രണ്ടുപേരുടെയും ഡയറക്റ്റ് വിട്ട് നിന്ന് എല്ലാ മാസവും അത് അതിന്റെ ബില്ലൊക്കെ പൊക്കോണ്ടിരിക്കുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്ന് DVL ലൈസൻസിങ് എടുക്കുന്നത്. ഇപ്പോൾ പ്രൊഫഷണൽ പോലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ DVL വെച്ച് നമ്മുടെ പേര് വരും. മാക്സിമം റെക്കോർഡുകൾ ഗവൺമെന്റ് റെക്കോർഡുകൾ നമ്മുടെ പേര് വരിക എന്നുള്ളതാണ്. പേര് വരുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ റെക്കോർഡിലും നമ്മുടെ പേര് വരുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്കോർ കുറച്ചായിട്ട്, അതായത് നമ്മള് റെഗുലർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. കിടക്കുന്നത് അതൊക്കെ ഒന്ന് ഫോർമലൈസ് ചെയ്താൽ തന്നെ ഈ വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെയാണ് ശരിക്കും ഇപ്പൊ നമ്മള് ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറഞ്ഞില്ല. ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ആ സമയത്ത് കിട്ടണമല്ലോ. നമ്മളൊരു 2 വർഷമായിട്ടുള്ളൂ നമ്മൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്താൽ ആദ്യം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ചെറിയ കാർഡ് ഇപ്പൊ ക്യാപിറ്റൽ ലോൺ അങ്ങനത്തെ കാർഡുകൾ കിട്ടും. അക്വ അല്ലെങ്കിൽ ടെസ്കോ അങ്ങനത്തെ ചെറിയ കാർഡുകളുണ്ട്. ഒരു ചെറിയ അതിനകത്ത് വരുന്ന പോലെ നമ്മൾ ആ കാർഡുകൾ എടുക്കുക. എന്നിട്ട് ആ കാർഡുകൾ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യും. നമുക്കൊരു 1000 പൗണ്ടിന്റെ കാർഡായിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ 50% മുകളിലേക്ക് ഉപയോഗിക്കരുത്. കറക്റ്റ് ആയിട്ട് അത് ഉപയോഗിച്ചു. അത് ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ടാണ് എന്റെ പേയ്മെന്റ്. എത്രയാണോ മന്ത്ലി വരുന്ന ആ ബില്ല് എമൗണ്ട് ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ടാണ് പോവുക. സ്ഥിരമായിട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ സ്കോർ കൂടും. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഈ എല്ലാ ബില്ലുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളല്ല, എല്ലാ ബില്ലുകളും നമ്മുടെ പേരുണ്ടാവുക എന്നുള്ളത് എല്ലാം അധികവും ഡയറക്റ്റ് ഡെബിറ്റിന്റെ ഗ്യാരണ്ടി ഉള്ളത് നമുക്ക് എപ്പോഴും സേഫ് ആണ്. നമ്മൾ മറന്നു പോയിട്ടൊന്നും മിസ്സായി പോകത്തില്ല. മിസ്സായി പോയാലാണ് സ്കോർ അപ്പൊ അത് വരും. ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ കടം വാങ്ങിച്ചിട്ട് കൊടുക്കുന്നതാണ്. ഇൻഷുറൻസിനുണ്ട് സെയിം ഇതുപോലെ. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നില്ല, ഇൻഷുറൻസ് എടുക്കുമ്പോഴും സെയിം നമ്മൾ ഡയറക്റ്റ് ഡെബിറ്റ് തന്നെ കാറിന്റെ ഇൻഷുറൻസ്, അതുപോലെ സാധാരണ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോഴും സെയിം. ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിനും എന്തുകൊണ്ട് സ്കോർ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ എല്ലാം ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാം കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കണം. മറ്റേത് നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ലെൻഡറുടെ പ്രോസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമ്മള് അവർക്ക് റിസ്ക് ഇല്ല. കാരണം നിങ്ങൾ മരിച്ചു പോയാലും ശരി അവർ ആ ഇൻഷുറൻസിന് വരുമ്പോ പേയ്മെന്റ് കിട്ടുന്നു. അതുകൊണ്ട് അവർക്ക് ഒരു ഇതുണ്ട്. അപ്പൊ അതും നമ്മളെ കൂട്ടും ശരിക്കും നമ്മുടെ. ഇങ്ങനെ കുറെ അധികം പാരാമീറ്റേഴ്സ് ഉണ്ട് ശരിക്കും. ഇതിന്റെ ഒരു എല്ലാം കൂടി ഒരുമിച്ച് കൂടി പോകുമ്പോഴാണ് നമ്മുടെ സ്കോർ കറക്റ്റ്. ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അത് വേറൊരു കാര്യം പറഞ്ഞ് നോട്ട് ചെയ്തു. ഇപ്പൊ ഹസ്ബൻഡും വൈഫും കൂടെ ജോയിന്റ് മോർഗേജ് ആണ് ഇവിടെ മിക്കവാറും തന്നെ എടുക്കുന്നത് എല്ലാവരും തന്നെയല്ലേ. അപ്പം ജയിച്ചേട്ടൻ പറഞ്ഞു ഒരു ബില്ല് ഹസ്ബൻഡിന്റെ പേരിലും ഒരു ബില്ല് വൈഫിന്റെ പേരിലും ഇടുക, ഡാഡിന്റെ ബില്ല്. പലരും എനിക്ക് തോന്നുന്നു ഒരാള് ബില്ലുകളെല്ലാം അടയ്ക്കുന്നു, മറ്റേ ആള് ആ വീടിന്റെ മാനേജ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മള് ജനറേഷൻ പറയുന്നതല്ല, പക്ഷെ പലയിടത്തും കേട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് മൂലം ഒരാളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നു, മറ്റേ ആളുടെ ക്രെഡിറ്റ് സ്കോർ അത് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. അത് മോർഗേജ് ആപ്ലിക്കേഷൻ വരുമ്പോൾ അഫക്ട് ചെയ്യും. നമ്മൾ അവരുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ തന്നെ വരുന്നതായിരിക്കും. കാരണം അധികവും വൈഫിന്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും മിക്കവാറും ബില്ലെല്ലാം പോവാം. ഹസ്ബൻഡിന്റെ അക്കൗണ്ടിൽ ചിലപ്പോൾ മിക്കവാറും പോവാം നമ്മുടെ റെന്റ് കൊടുക്കുന്നത് അക്കൗണ്ടിൽ റെന്റ് ഒരുമിച്ച് പോകും. ഇവിടുത്തെ കണ്ടീഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഹസ്ബൻഡും വൈഫ് ഒരുമിച്ചാണ് നമ്മുടെ കണ്ടീഷൻ. നിങ്ങൾ നേരത്തെ ചോദിച്ചു, നേരെ ഒരു ബാങ്കിന്റെ അടുത്ത് പോയി പറഞ്ഞില്ലേ, ബാങ്കിന്റെ അടുത്ത് പോയി അവർ ചോദിക്കുമ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ കൺസെപ്റ്റില് ടിബിന്റെ ഷെയറും ടിബിന്റെ വൈഫിന്റെ ഷെയറും കൂടി കൂടിയിട്ടാണ് ഇത് പോകുന്നത്. ഇത് ശരിക്കും ടിബിന്റെ വൈഫിന്റെ പോകുന്നില്ല, ടിബിന്റെ അടുത്ത് മാത്രമേ പോകുന്നുള്ളൂ.
ആ ലിസ്റ്റ് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും. ഇവർക്ക് ഭയങ്കര ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഒരാൾ കൊടുക്കുന്നത്, സംഭവം എന്താണ് രണ്ടുപേരെ പോകാത്ത ചോദിക്കുന്നത്. നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, നമ്മുടെ ഫാമിലിയാണ്, നമുക്ക് അതിനകത്ത് നമ്മൾ പറയാം ഹസ്ബൻഡായിരിക്കും ചിലപ്പോൾ കാശ് കൊടുക്കുന്നത്, അവിടുത്തെ അമ്മയായിരിക്കും അല്ലെങ്കിൽ ആരാരെങ്കിലും ഉണ്ടാവും. പക്ഷെ ആ കൊടുക്കുന്ന ആൾക്കാർക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോകുന്നതാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ നേച്ചർ കാണുന്നത്. പക്ഷെ ബാങ്കിൽ നോക്കുമ്പോ അവർക്ക് ഇവിടുത്തെ ചോദ്യങ്ങൾ തന്നെ അറിയാം, പാർട്ണറാണോ, വൈഫാണോ, ലിവിംഗ് ടൂതറാണോ, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഒബിയസ്ലി അവർക്കൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലേ. അപ്പം എനിക്ക് തോന്നുന്നു കേൾക്കുന്നവരോടും ഒരു അഡ്വൈസ് ആണ് ജയിച്ചേട്ടൻ പറയുന്നത്, നിങ്ങൾ ഷെയർ ചെയ്യാൻ ബില്ല്. അത് ഒബിയസ്ലി ഫ്യൂച്ചറിൽ ഇങ്ങനെ വീട് മേടിക്കാൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എംപ്ലോയി എടുക്കുമ്പോഴത്തേനും അത് ഡെഫിനറ്റ്ലി, അത് മാത്രമല്ല PR അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അതും നിങ്ങളുടെ കയ്യിൽ നിന്ന് ബില്ലുകൾ പോകുന്നുണ്ട്. ചില ഇപ്പൊ ഒരു ബാങ്കിന് മാത്രം നമുക്കൊരു റെന്റലിനെ ബന്ധിപ്പിച്ചുകൊണ്ടിട്ട് നമ്മൾ എത്ര റെന്റ് കൊടുക്കുന്നു ആ റെന്റിനനുസരിച്ച് നമുക്ക് മോർഗേജ് കിട്ടാവുന്ന ഓപ്ഷൻ. വേറെ ഒരു പ്രശ്നം, വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഒരു വർഷം നിങ്ങൾ റെന്റ് കൊടുക്കുന്നുണ്ടോ, ആ റെന്റിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മോർഗേജ് അപ്ലൈ ചെയ്യാം. വേറെ ഇൻകം അല്ല ഇങ്ങോട്ട്. ആ മോർഗേജിൽ പോലും വരുന്നത് എങ്ങനെയാണ്, നിങ്ങൾ രണ്ടുപേരെയും പോകുന്നുണ്ടോ, രണ്ടുപേരും പോകുന്നത്, എമൗണ്ട് പോകുന്നത് ഒരു വർഷം കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് സ്റ്റാൻഡിംഗ് ഓർഡർ ആയിട്ട് പോകുന്നുണ്ടെന്ന് അവർ നോക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മോർഗേജ് കൊടുക്കും കമ്പനി. അവിടെ ഇത് ബാധകമാണ്. ഹസ്ബൻഡും വൈഫും കൂടി ജോയിന്റ് ആയിട്ടാണ് കിട്ടുന്നത്. ചോദ്യം ചോദിച്ചേട്ടാ, ഇപ്പം പലരും റീസെന്റ് ആയിട്ട് വന്നവരുണ്ട്, ഒരു വർഷത്തിൽ താഴെ 6 മാസമായവരുണ്ട്. എന്താണ് ഇവിടെ ലിമിറ്റ്? PR വേണോ വീട് മേടിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് വന്ന ഉടനെ തന്നെ വീട് മേടിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണ് അതിന്റെ ഒരു സ്ഥിതി? വന്ന ഉടനെ തന്നെ വീട് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ വേണമെങ്കിൽ വന്ന ഉടനെ തന്നെ വീട് വാങ്ങിക്കാം. ഇനീഷ്യലി നിങ്ങളൊരു രജിസ്റ്റർ ആവും, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കയറാനുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. നിങ്ങളൊരു 3 മാസം മുതൽ കഴിഞ്ഞ് 3 മാസമായപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഇതുവരെ വന്നിട്ട് വീട് വാങ്ങിക്കണം താല്പര്യമുണ്ട്, ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ആ ക്ലയന്റ് പറയുന്നത് 25% ഡെപ്പോസിറ്റ് ഉണ്ട്, 25 പൈസ. അവിടുന്ന് പെൻഷൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ടുള്ള പേയ്മെന്റ് എല്ലാം ഡയറക്റ്റ് നേരെയും കൂടെ ആവുന്നത്. അപ്പൊ പേയ്മെന്റ്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു വന്നതോളൂ, ഒരു സ്കോർ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും, നമുക്ക് ചെയ്യാം, ഇത് വേഗം ചെയ്തു. ബാങ്കിൽ പൈസ ഉണ്ട്, സംഭവമൊക്കെ ശരിയാണ്. ഒരു 3 മാസം അങ്ങനെ പുള്ളി എല്ലാം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ മോർഗേജ് കൊടുക്കും. അങ്ങനെ നമുക്കൊരു ക്രെഡിറ്റ് ഒരു ഇംപ്രൂവ് ചെയ്യേണ്ടി വരുമല്ലേ ക്രെഡിറ്റ് സ്കോർ? അല്ലെങ്കിൽ നമ്മൾ അതായത് ഒരു ഒറ്റ അടിക്ക് പോയിട്ട് നമുക്ക് വേഗം പോയിട്ട് സ്കോർ ഒട്ടും ഉണ്ടാവില്ല. അവര് വന്ന് എവിടെ രജിസ്റ്റർ ചെയ്തില്ല, അവര് വന്നു. അയാൾ ആദ്യം ഒന്ന് വന്ന്, വൈഫോടെ വന്നായിരുന്നു, അയാൾ ആദ്യം ഒന്ന് വന്നു, എന്നിട്ട് തിരിച്ചു വന്നു, പേയ്മെന്റ് എല്ലാം വന്നു. 3 മാസം കൊണ്ട് തിരിച്ചു കൊടുത്തു. 25% ഡെപ്പോസിറ്റ് കിട്ടും. അപ്പം അങ്ങനെ എല്ലാം ഉണ്ടോ? അപ്പം മിനിമം 25% അല്ലെങ്കിൽ 20% അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീസെന്റ് ആയിട്ട് വന്നവർക്ക് വീട് മേടിക്കാൻ ചാൻസസ് കൂടുതൽ? അങ്ങനെ 25% ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിസയുടെ ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ, നമുക്ക് ഉടനെ വാങ്ങിക്കാൻ പറ്റില്ല എന്നൊന്നും പ്രശ്നമില്ല. 20% ഉണ്ടെങ്കിൽ നമുക്ക് വേണം വാങ്ങിക്കാം. വിസ ഒരു ഇഷ്യൂ അല്ല. ഔട്ട് ഓഫ് മോർഗേജ് ഇൻഫിനിറ്റി എന്നൊരു കമ്പനി തുടങ്ങിയല്ലേ, അതില് മോർഗേജ് അല്ലാതെ വേറെ എന്തൊക്കെ സർവീസുകൾ ചെയ്യുന്നുണ്ട്? ഞങ്ങള് ഇൻഫിനിറ്റി ശരിക്കും ആദ്യം ഇൻഷുറൻസ് ആയിരുന്നു, ഇൻഷുറൻസ് മാത്രമായിരുന്നു. ഇൻഷുറൻസ് കഴിഞ്ഞ് മോർഗേജ് ചെയ്യുന്നുണ്ട്, മോർഗേജും ഇൻഷുറൻസും ചെയ്യുന്നുണ്ട്, ഹോം ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, ഈ പ്രൈവറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, ബിൽ സർവീസ്. ഇപ്പൊ ഞങ്ങള് ബിൽ സർവീസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു അഡ്വൈസർ ബിൽ റൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ബിൽ സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആളുണ്ട്, 2 പേർക്ക് ബിൽ സർവീസ്. പിന്നെ കൊമേഴ്ഷ്യൽ മോർഗേജ്. കൊമേഴ്ഷ്യൽ മോർഗേജ് ചെയ്യാൻ ഞങ്ങൾ കൊമേഴ്ഷ്യൽ മോർഗേജിന്റെ ARM അപ്പൊ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മെയിനായിട്ട് ഇൻഷുറൻസിലും മോർഗേജിലും ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന സർവീസ്. ഇപ്പം ഇതിൽ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഷുറൻസ് എന്ന് പറയും, ഇപ്പൊ ഹോം ഇൻഷുറൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഹോം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ബിൽഡിങ്ങും കണ്ടന്റും വരുന്നില്ലേ. വീട് സാധാരണ വാങ്ങിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ശരിക്കും അത് ലെൻഡറുടെ ഒരു കൺസെപ്റ്റിലുള്ളതാണ്. ശരിക്കും വീട് നമുക്കൊരു തീ പിടുത്തമുണ്ടായി, വീട് കത്തിപ്പോയി, ഇപ്പൊ എങ്ങനെ പേ ഓഫ് ആയി പോകും, അപ്പൊ അത് മസ്റ്റായിട്ട് എടുക്കണം. നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ലെൻഡർ എടുത്തു, ബാങ്ക് എടുത്ത് അത് ബാങ്കിന്റെ പേര് തന്നെ എടുത്തു. ശരിക്കും സോളിസിറ്റർ നോക്കേണ്ടതുമാണ്. ആദ്യത്തെ പ്രാവശ്യം ശരിക്കും സോളിസിറ്റർ മേക്ക് ഷുവർ ചെയ്യണം ഇത് ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. ചിലർ അത് കഴിഞ്ഞാൽ മാത്രമേ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുള്ളൂ. പിന്നെ ലൈഫ് ഇൻഷുറൻസ് വരുവാണെങ്കിൽ ഇപ്പം
പലയിടത്തും ഒരു ഡൗട്ടാണ്, ലൈഫ് ഉണ്ടെങ്കിൽ മോർഗേജ് ഈസി ആയിരിക്കുമോ, അല്ലെങ്കിൽ ലൈഫ് ഇല്ലെങ്കിൽ മോർഗേജ് കിട്ടാൻ പാടാണോ എന്നൊരു ഡയലമയുണ്ട്, ഒരു കൺസേൺ ഉണ്ട്. അതിലെന്താണ് സത്യാവസ്ഥ? ഇപ്പം ഒരു മോർഗേജ് എടുക്കാൻ പോകുമ്പോഴത്തേനും ബാങ്കുകാർ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ. എന്താണ് അങ്ങനെ ഒരു നമ്മൾ നേരെ HSBC-ലോ അല്ലെങ്കിൽ ഹാലിഫാക്സിലോ ഒക്കെ മോർഗേജിന് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ അസസ് ചെയ്യുമ്പോൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അത് നമ്മുടെ ലൈഫ് ഇൻഷുറൻസിന്റെ നമ്മുടെ പ്രൊട്ടക്ഷൻ സാധനങ്ങൾ നോക്കും. ഓക്കെ. അതിന്റെ കൂടെ ചിലപ്പോൾ ആദ്യം പോയിട്ട് മോർഗേജ് ആപ്ലിക്കേഷൻ കഴിയുന്നതിന് മുമ്പ് അവർ ഇൻഷുറൻസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. മോർഗേജ് ആപ്ലിക്കേഷൻ പിന്നീടായിരിക്കും ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്നാലും ആ പ്രോസസ്സിന്റെ ഉള്ളിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും. 2023 ശരിക്കും കൺസ്യൂമർ ഡ്യൂട്ടി വന്നു. കൺസ്യൂമർ ഡ്യൂട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഇംപ്ലിമെന്റ് ചെയ്ത് ഈ വർഷം ഞങ്ങൾക്ക് ഓടിയിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിൽ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ശരിക്കും ക്ലയന്റിനെയും ബാങ്കിനെയും പ്രൊട്ടക്ട് ചെയ്യണം, രണ്ടുപേരും. നിങ്ങളെ ശരിക്ക് നിങ്ങൾ മോർഗേജ് എടുത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി, ഒരാൾ സംഭവിച്ചു, വൈഫിന് ഒറ്റയ്ക്ക് മോർഗേജ് അടയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട് റീപ്ലേസ് ചെയ്യണം, ബാങ്കിന് ഒരു മരിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ 2 മാസം 3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും വീട് റീപ്ലേസ് ചെയ്യണം, ആളെ ഇറക്കി വിട്ട് അതൊരു എന്താ പറയാ, അതെ, ഒരു വേദനാജനകമായ ഒരു സിറ്റുവേഷൻ. അത് മാത്രമല്ല, ചിലപ്പോ ഇവിടുത്തെ ലോ പ്രകാരം ചില സമയങ്ങളിൽ അത് സമയത്ത് നടത്താൻ പറ്റില്ല. ഹ്യൂമാനിറ്റേറിയൻ അപ്പം അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ പറയും നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം മസ്റ്റായി. അപ്പം ജയിച്ചേട്ടാ താങ്ക് യു. നമ്മള് ഇപ്പം ബിസിനസ്സിൽ നിന്ന് മാറി ബാക്കി കാര്യങ്ങൾ UK-യിലെ പല മേഖലകളിലും അങ്ങയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പം ഇവിടുത്തെ യുക്മ പോലത്തെ അസോസിയേഷൻ ആണെങ്കിലും സീറോ മലബാർ സഭ UK വളർന്നതിന്റെ ഒരു മേജർ പങ്ക് വഹിച്ച വ്യക്തി എന്ന നിലയിലും ഒരുപാട് ചാരിറ്റി അങ്ങ് ചെയ്യുന്നുണ്ട്. എങ്ങനെ സമയം കണ്ടെത്തുന്നു? ഇപ്പൊ നമുക്ക് സീറോ മലബാർ സഭയെന്ന് തുടങ്ങാം. അതായത് കാത്തലിക്സ് ഇവിടുത്തെ ഡയസിസിന്റെ ഡെവലപ്മെന്റിൽ അങ്ങ് വഹിച്ച പങ്ക് പലരും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഡെവലപ്മെന്റിന്റെ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സഭ ഇപ്പൊ ആദ്യം ഞങ്ങൾ വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ബ്രിസ്റ്റോളിൽ സമൂഹമായിരുന്നു. തുടങ്ങുന്ന ആദ്യം മുതൽ 2002 മുതൽ വന്ന് 2006-ലൊക്കെയാണ് നമ്മൾ 2007-ലൊക്കെയാണ് ഞങ്ങൾ അതിനകത്ത് സജീവമാകുന്നത്. 2010 ഞാൻ അവിടുത്തെ ട്രസ്റ്റി ആയിരുന്നു ശരിക്കും, ആദ്യത്തെ ട്രസ്റ്റി. പുറത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുക പിള്ളേരുടെ എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പള്ളി നോക്കും, അല്ലെ? ഫസ്റ്റ് പള്ളിക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നു. ബൈബിൾ കലോത്സവം പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ കലാസൃഷ്ടികള് പങ്കുവെക്കാൻ, ഷെയർ ചെയ്യാൻ റീജിയണൽ നാഷണൽ ബൈബിൾ കലോത്സവം ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ്, റീസെന്റ്ലി കഴിഞ്ഞുള്ളൂ. അതിന്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബൈബിൾ കലോത്സവം പോലെയുള്ള ഒരു പ്രോഗ്രാം UK സ്റ്റാർട്ട് ചെയ്യാൻ ബ്രിസ്റ്റോളിലത്തെ സീറോ മലബാർ സെന്റ് തോമസ് സീറോ മലബാർ കത്തീഡ്രലിന്റെ 10ാമത്തെ വാർഷികം സമയത്ത് ബഹുമാനപ്പെട്ട ജോയ് വയലച്ചൻ ഉണ്ടായിരുന്നു അവിടെ. ഒരു എന്താ പറയാ, ഞാൻ കണ്ടിട്ടുള്ളതിൽ കുറെ അച്ഛന്മാരിൽ വളരെ പ്രഗത്ഭനായ ഒരു അച്ഛനായിരുന്നു. എല്ലാ ദൈവവചനം കലാരൂപങ്ങളിലൂടെയാണ് ആ ഒരു ക്യാപ്ഷൻ തന്നെ. പിന്നെ അങ്ങനെ വന്നു. അതൊന്ന് ആ കമ്മ്യൂണിറ്റി 10ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി UK-യിലെ കത്തോലിക്ക സമൂഹത്തിന് നൽകിയതാണ്. അങ്ങനെയാണ് ബൈബിൾ കലോത്സവം നമ്മൾ ബ്രിസ്റ്റോളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പിതാവ് വന്നു, രൂപത വന്നു. രൂപതയായി കഴിഞ്ഞപ്പോഴേക്കും രൂപത അതിനെ ടേക്ക് ഓവർ ചെയ്തു. പിന്നെ നമ്മൾ അതിനകത്ത് പങ്കെടുക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. വീഡിയോ കണ്ട് എന്തൊക്കെയോ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, വെറുതെ പറയണ ശരിക്കും. അങ്ങനത്തെ ഒരു വീഡിയോ വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പിതാവിന് അപ്പവും കറിയും കൊടുത്തിട്ട് സമ്മാനം വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് എഴുതി വിടുമ്പോൾ പിതാവ്, എനിക്ക് തോന്നുന്നില്ല പിതാവിന് ഭക്ഷണം കൊടുത്തിട്ട് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും. അതിപ്പോ സമ്മാനം കിട്ടാത്ത ആൾക്കാർ എന്തെങ്കിലും പറയണമായിരിക്കും. അതന്നെ എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. പിന്നെ കലോത്സവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ശരിക്കും പോയ ഒരാൾക്ക് സമ്മാനം കിട്ടുള്ളൂ. ബാക്കി എല്ലാവരും 12 റീജിയണിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, അവിടെ ഫസ്റ്റ് വാങ്ങിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാം നല്ല പ്രോഗ്രാംസ് ആയിരിക്കും, അതിൽ ഒരാൾക്ക് സമ്മാനം കിട്ടുള്ളൂ. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാം. അത് വളരെ ക്ലിയർ ആണ്. എനിക്ക് തോന്നുന്നു കോൺട്രവേഴ്സീസ് ഓൾവേസ് ഹാപ്പൻസ് അല്ലേ. ഇപ്പൊ ഇങ്ങനെ ഒരു സഭ അല്ലെങ്കിൽ റിലീജിയൻ മതമായിട്ട് അസോസിയേറ്റ് ഇരിക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ അറ്റൻഷൻ കിട്ടുന്നു അല്ലെ, ആൾക്കാരെ കുറച്ചും കൂടി അത് കാണുന്നു, അതിന് എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് പ്രവർത്തിച്ചവർക്കും അല്ലെ, അതില് നേരത്തെ പങ്കെടുത്തവർക്കും അറിയാവുന്ന. നമ്മളെ കൊണ്ടൊക്കെ സാധിക്കാവുന്ന എല്ലാത്തിനും, എല്ലാ പ്രോഗ്രാമുകൾക്കും, UK-യിലുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും പറ്റുന്ന പോലെ നമ്മൾ സഹായിക്കാറുണ്ട്. പറ്റുന്ന പോലെ നമ്മൾ പങ്കെടുക്കാനും എല്ലാത്തിനും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് 2002-ാമത്തെ ബൈബിൾ കലോത്സവം അന്നാണ് ശരിക്കും. 2ാമത്തെ ബൈബിൾ കലോത്സവം ബ്രിസ്റ്റോളിൽ നടക്കുന്ന സമയത്ത് അന്ന് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു ശരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രമുഖ പത്രം, ഒരു വാർത്താ ചാനലൊക്കെ ശരിക്കും ഞങ്ങൾക്ക് പറയാം പരസ്യം തന്നാലേ
പൈസ തന്നാലേ ന്യൂസ് തരുള്ളൂ, ഓക്കെ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതുണ്ടായി. നമ്മൾ അവരെ വലിയ ആളെ കൊണ്ട് ന്യൂസൊക്കെ വരുത്തിച്ചു, എന്നാലും അങ്ങനെയല്ല. പക്ഷെ അതൊരു ഫീൽ ചെയ്തിരുന്നു. നമ്മൾ ഒരു നല്ലൊരു പരിപാടി കൊണ്ടുവരുമ്പോൾ, ഒരു നല്ലൊരു പിള്ളേർക്കുള്ള ഒരു പരിപാടിയാണെങ്കിൽ പോലും അതിനെ അട്ടിമറിക്കാനുള്ള നീക്കം പല സ്ഥലത്തു നിന്നുണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരു സാധനം വേണം. തീർച്ചയായിട്ടും. അപ്പൊ അന്നിങ്ങനെ മീഡിയാസ് വളരെ അറിയാലോ, വളരെ കുറവാണ്. അങ്ങനെയായിരുന്നു ഞങ്ങൾ അന്ന് 2011 കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതാണ് യൂറോപ്പ് മലയാളി. ഞങ്ങൾ അത് ഇവിടെ നിന്ന് ബൈബിൾ കലോത്സവം ലൈവായിട്ട് 7 സ്റ്റേജിന്റെയും ലൈവായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്ത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയായിരുന്നു ശരിക്കും യൂറോപ്പ് മലയാളി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഓൺലൈൻ പേപ്പറായിട്ട്. ഇന്നും വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഒരാളെ നമ്മൾ എഴുതി കൊല്ലാറില്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ വല്ലാണ്ട് പുകഴ്ത്താറില്ല. നോർമൽ ആയിട്ടുള്ള ന്യൂസുകൾ നന്നായി പോണു, നന്നായി ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ അതിന് വർക്ക് ചെയ്യുന്ന പിള്ളേർ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും വർഷമായി ശരിക്കും. 2011 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു സ്റ്റേബിൾ ആണ് സാധനം, കുഴപ്പമില്ല. ഒരു വ്യാഴോട്ടം കടന്നു. പിന്നെ 2025 അപ്പൊ ഇനി അത് നന്നായി പോകുന്നുണ്ട്, അതിനകത്ത് കുഴപ്പമില്ല. അതിനകത്ത് കൂടെ നമ്മളല്ല ഇപ്പൊ യുഗ്മ കലാമേളകളൊക്കെ ആദ്യ യുഗ്മ കലാമേളകളൊക്കെ ആദ്യത്തെ വർഷം അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷം മുതൽ ഞാൻ സജീവമാണ്. ആദ്യത്തെ വർഷം ഞാൻ സജീവമല്ല. രണ്ടാമത്തെ വർഷം മുതൽ നമ്മൾ പോയി ഫോട്ടോ എടുത്ത് 10,000-3000 ഫോട്ടോ രാവിലെ ആകുമ്പോഴേക്കും പിറ്റേ നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്ക് നമ്മളത് അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു. പിന്നീട് പലരും എതിർപ്പുണ്ടായപ്പോഴും യുഗ്മയുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ. കാരണം അതൊരു നല്ല പ്രോഗ്രാമാണ് യുഗ്മ നടത്തിക്കൊണ്ട് പോകുന്നത്. യുഗ്മ ചെയ്യുന്ന കലാമേളയും കുറെ അധികം ആൾക്കാർക്ക് അവരുടെ കലാവാസനകളെ പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നായിരുന്നു. അതൊക്കെ നന്നായിട്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നീട് യുഗ്മയ്ക്ക് പേപ്പർ വന്നു, യുഗ്മ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അത്ര അങ്ങോട്ട് അതിനകത്തുള്ള ഫോട്ടോസൊന്നും നമ്മൾ എടുക്കാറില്ലാതെ എന്നാലും നമ്മൾ ന്യൂസ് എല്ലാം ഇപ്പോഴും യുഗ്മ കലാമേള, നാഷണൽ കലാമേള ഇവിടെ ചെൽത്തനാമലായിരുന്നു കഴിഞ്ഞ 3 തവണ. അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യും. ബൈബിൾ കലോത്സവം നമ്മൾ പോകേണ്ടത് അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇവരുടെ എങ്ങനെ സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും നമ്മൾ പറ്റുന്നിടത്തോളം പ്രോഗ്രാം നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അങ്ങ് വളരെയധികം ഫേമസ് ആണ്, അല്ലെങ്കിൽ അങ്ങ് ഇൻട്രസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം സിറോ മലബാർ സഭയ്ക്ക് സപ്പോർട്ട് ചെയ്താണേലും അല്ലാത്ത രീതിയിലും. അപ്പം ചാരിറ്റിയെ അങ്ങ് എങ്ങനെ കാണുന്നു? അത് ഇപ്പം പലരും ബിസിനസ്സുകാരോട് ഞാൻ UK സംസാരിക്കുമ്പോൾ അവർ ചാരിറ്റി ഞാൻ വളരെ തുനിഞ്ഞിറങ്ങുന്നുണ്ട്. പ്രധാനമായിട്ടും എന്താ പറയാ, നമ്മൾ അവിടുന്ന് നാട്ടിൽ നിന്ന് ഇവിടെ എത്തി, ഇവിടെ വന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്രയൊക്കെ ആയി, ഇങ്ങനെ നിൽക്കുന്നു. ദൈവം തന്ന പോലെ ദൈവം തന്നതാണ്. അപ്പൊ നമ്മളെല്ലാത്തിനും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ സഹായിക്കുന്നു. സിറോ മലബാർ സഭയുടെ കലാമേളകൾക്കും യുഗ്മയുടെ കലാമേളകൾക്കും അങ്ങയുടെ കോൺട്രിബ്യൂഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു. ഇപ്പം റീസെന്റ്ലി ബ്രിസ്റ്റലില് സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ഒരു പള്ളി പണിയുണ്ട് അല്ലെ? അവിടുത്തെ ഇടവക്കാരും എല്ലാവരും കൂടെ കൂടി സംബന്ധിച്ച് അതിനെപ്പറ്റി അങ്ങയുടെ പത്രത്തില് യൂറോപ്പ് മലയാളിയിൽ ന്യൂസും വരികയും ചെയ്തു. അങ്ങനെ കോൺട്രിബ്യൂഷൻ വളരെ വ്യക്തമായിട്ട് അവിടെ കാണിക്കുകയും ചെയ്തു. എങ്കിൽ പോലും പല കോർണറുകളിൽ നിന്നും പല കമന്റ്സും കേൾക്കുന്നുണ്ടായിരുന്നു. അതിനൊരു ലോട്ടറി സിസ്റ്റം ആയിരുന്നു പള്ളി പണിയാൻ അവര് ചൂസ് ചെയ്തത്. അതിന്റെ ഒരു ട്രാൻസ്പെറൻസിയെ കുറിച്ചൊക്കെ അങ്ങയുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ് അതിനെ പറ്റിയുള്ളത്? ബ്രിസ്റ്റോളിലെ സെന്റ് തോമസ് സിറോ മലബാർ കത്തീഡ്രൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഓർഗനൈസ്ഡ് ഒരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും. ബ്രിസ്റ്റോള് പൊതുവെ അറിയാം പ്രോപ്പർട്ടിക്ക് ഭയങ്കര വിലയാണ്. നമുക്ക് പള്ളിയില്ല, ഇത്രയും പിള്ളേരെ കൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പള്ളി വാങ്ങിക്കാൻ നോക്കി കുറെ കാലം 2011-12 മുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അവസാനം ഒരു സ്ഥലം കിട്ടി. അപ്പൊ ആ സ്ഥലത്ത് പള്ളി പണിയാനുള്ള ആദ്യം പെർമിഷനൊക്കെ പ്രശ്നമായിരുന്നു. അപ്പൊ പെർമിഷനൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും സമയം പോയി. അപ്പോഴേക്കും ചാർജ് ഭയങ്കരമായി. അപ്പോ സ്ഥലം വാങ്ങിച്ചെങ്കിൽ പോലും പിന്നെ പള്ളി പണിയുന്നത് ആ പള്ളി നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പള്ളിയായിട്ട് വരുമ്പോഴേക്കും ഏകദേശം ഒരു 5 മില്യന്റെ അടുത്ത് അത്രയും കോസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സമൂഹത്തിന് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ല. തീർച്ചയായിട്ടും. പിന്നെ അത് യൂറോപ്പിൽ തന്നെ ആദ്യമായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പള്ളി, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലായിടത്തും ആദ്യമായിട്ട് വരുന്നതാണ് സിറോ മലബാർ സഭയ്ക്കാണ് നമുക്കെല്ലാം ഓണർഷിപ്പ് ഒന്നും. അപ്പൊ അങ്ങനെയാണ് അതിനൊരു ലോട്ടറി ടിക്കറ്റ് വെച്ചത്. അപ്പൊ ലോട്ടറി അത് 25,000 പൗണ്ടായിരുന്നു ഒന്നാം സമ്മാനം. നമ്മൾ 25,000 പൗണ്ടാണ് അതിനകത്ത് സ്പോൺസർ ചെയ്തത്. പക്ഷെ പ്രതീക്ഷിച്ചിടത്തോളം ടിക്കറ്റ് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ശരിക്കും. എന്താ വെച്ചാൽ അതിന്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പിതാവാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. സംഭവം കഴിഞ്ഞു. അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ രൂപതയുടെ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു ഡാറ്റയുടെ കൺട്രോളർ എന്ന് പറഞ്ഞ ഒരാള്
അതായത് ഇപ്പം ഈ ഇടവാംഗങ്ങൾ മാത്രമല്ലേ ലോട്ടറിയിൽ പങ്കെടുത്തിട്ടുള്ളത്? അല്ല അത് ആ ലോട്ടറി UK മുഴുവൻ എല്ലാ സ്ഥലത്തേക്കും, ഇവിടേക്ക് മാത്രമല്ല എല്ലാ സ്ഥലത്തേക്കും വേണം. നമ്മൾ അതിനകത്തുള്ള ഡാറ്റ പ്രൊട്ടക്ഷന്റെ എല്ലാ സാധനങ്ങളും വളരെ ക്ലിയർ ആയി നമ്മൾ റെഗുലേറ്റർ ചെയ്യുന്ന സമയം റെഗുലേറ്റർ മാർക്കറ്റിൽ നിൽക്കുന്ന മനുഷ്യൻ നമുക്കറിയാം ഇങ്ങോട്ടേക്ക് ഒരു പണി വരാതിരിക്കാനുള്ള സാധനം എല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. നമുക്ക് പെർമിഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണാണ് നമ്മളത് പെർമിഷൻ എല്ലാം എടുത്ത് അതിന്റെ റെക്കോർഡ്സ് എല്ലാം ഉണ്ട്, എല്ലാം കറക്റ്റ് ചെയ്താ അത് ചെയ്തത്. പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും അവസാനം അന്ന് അതിന്റെ റിപ്പോർട്ട് കാണിക്കുക, പിന്നെ അതിന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. അവസാനം ഞാനൊക്കെ സമ്മതിച്ചു, കാരണം ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല, നമ്മൾ ഡാറ്റ വാങ്ങിക്കുന്നില്ല അതിന്റെ. പക്ഷെ അതിന്റെ പിന്നിൽ കുറെ ഒരു വൃത്തികെട്ട കളി ചില ഭാഗത്തു നിന്നുണ്ടായി, ബാക്കിൽ നിന്നൊക്കെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം. സീറോ മലബാർ ചിലപ്പോൾ വലുതായി വന്നപ്പോൾ ഉള്ള ഒരു ചെറിയ പുഴുക്കുത്തുകൾ ഇടയിൽ കയറുന്ന സംഭവം. അത് സാരമില്ല, അത് കുഴപ്പമില്ലാത്ത കേസ്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം, ആ 25,000 അങ്ങ് കൊടുത്തു അല്ലേ? അതെ, 20,000 കൊടുത്തായിരുന്നു. നമ്മളത് സമ്മാനം കൊടുത്തു. അത് ടിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ അത്രയും അത് പിന്നെ അപ്പോഴേക്കും ആ പ്രോപ്പർട്ടിയിൽ ശരിക്ക് ആസ്ബറ്റോസിന്റെ കണ്ടു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ പ്രോപ്പർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അപ്പോഴേക്ക് വേറെ പള്ളി കിട്ടി, ഒരു പള്ളി വാങ്ങിക്കുന്ന പ്രൊജക്റ്റിലേക്ക് വന്നു. പിന്നെ പള്ളി വാങ്ങിക്കാനായി. അപ്പോഴും ഫണ്ട് വേണം. ഈ ഫണ്ട് ഇതിപ്പോ നമ്മള് ഇത് ഒരു സമൂഹത്തിന് മാത്രമായിട്ട് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഇടവകയിൽ മാത്രമായിട്ട് 10-18 ലക്ഷം. ഇപ്പൊ ആ വീട് പള്ളി വാങ്ങിച്ചിട്ട് 18 ലക്ഷം പൗണ്ടായി. അപ്പൊ അത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഒരു സാധാരണ സിറോ മലബാറിൽ അത് കുറവാണ് ശരിക്കും. സിറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച്, കാരണം പൈസ ചെലവാക്കിക്കൊണ്ടുള്ള ചെയ്യാനും ആരും തയ്യാറാവത്തില്ല. എല്ലാവർക്കും ഇംഗ്ലീഷ് പള്ളിയിൽ വേണമെങ്കിൽ പോവാം, കാരണം സെയിം റൈറ്റിലാണ്. അപ്പൊ അങ്ങനെ വരുന്നതാണ് സിറോ മലബാറിന്റെ ഒരു വികാരത്തിന്റെ മുകളിലാണ് നമ്മൾ ഈ പള്ളിയും എല്ലായിടത്തും പോകുന്നത്. ശരി, നമ്മളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനകത്ത് അങ്ങനെ ചെയ്തപ്പോ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ചില ഭാഗത്തുനിന്നുണ്ടായില്ല. അത് ഭയങ്കര ഒരു മോശം ഇതായിരുന്നു ശരിക്കും. നമ്മൾ ഫുൾ എഫേർട്ട് എടുത്ത് നമ്മുടെ ടൈമും മണി എല്ലാം കൊടുത്ത് ഇറങ്ങുമ്പോഴത്തേനും എക്സ്പെക്ട് ദ സെയിം അല്ലേ? നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ചുരുങ്ങിയ ഒരു 6 ലക്ഷം പൗണ്ടെങ്കിലും ആ പ്രൊജക്ട് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് അത്രയും ചെയ്തത് ശരിക്കും. പക്ഷെ അത് അത്ര സക്സസ് ആക്കില്ല അതിന്റെ പിന്നിൽ കളിച്ചത് കുറച്ച് കളി വന്നതുകൊണ്ടാണ്. പക്ഷെ എന്നാലും അത് മുഴുവൻ ശരിക്കും ബുസ്റ്റോളിലെ സമൂഹത്തിന്റെ മുകളിലേക്ക് വരും. ആ ബേർഡൻ, ആ പൈസ ഉണ്ടാക്കേണ്ടത് ആ ബേർഡൻ മുഴുവൻ അങ്ങോട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. പക്ഷെ എന്നാലും അത് സമ്മാനം കൊടുത്തതിന്റെ അതിന് ടിക്കറ്റ് കൊടുത്തിരുന്നു. അതിന്റെ സമ്മാനങ്ങളൊക്കെ പിതാവ് വന്ന സമയത്ത്, വലിയ പിതാവ് വന്ന സമയത്താണ് സമ്മാനങ്ങളൊക്കെ കൊടുത്തത്. പിന്നെ എല്ലാ സ്ഥലത്തും ചില താല്പര്യങ്ങളുണ്ട് ചില ആൾക്കാർക്ക്. അത് നമുക്കറിയാലോ. നമ്മളിപ്പോ എല്ലാവരെയും ചില താല്പര്യങ്ങൾ അവർ കളിക്കും, നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ അത് കുഴപ്പമില്ല, തീർച്ചയായിട്ടും. അപ്പൊ ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെ ഒരു ദൈവ ആ ഒരു വിശ്വാസിയാണ്, അതങ്ങനെ പൊക്കോളും, കുഴപ്പമില്ല. അപ്പം താങ്ക് യു ജയിച്ചേട്ടാ, ഷൈനി ചേച്ചി, എഡ്വിൻ ആൻഡ് എമിൽ ഫോർ ജോയിനിങ് us. ബിസിനസ്, സാമൂഹിക സേവനം, കലാമേള. ജയിച്ചേട്ടൻ ഭയങ്കര ബിസിയാണ് എപ്പോഴും. ഈ കുടുംബത്തെ നയിച്ചുകൊണ്ട് പോകുന്നതും കുടുംബത്തെ നെടുന്നുകൊണ്ടായിരിക്കുന്ന ഷൈനി ചേച്ചിയാണ്. മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസിനെ, ജയിച്ചേട്ടന്റെ അൺഅവൈലബിലിറ്റി, എപ്പോഴേലും ഈ മനുഷ്യനോടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താ പറയാ, തോന്നിയിട്ടുണ്ട് അങ്ങനെ. എന്നാലും ചേട്ടായി കഴിയുന്നതും അങ്ങനെയൊക്കെ ഇറങ്ങിയാലും ഞങ്ങളുടെ കൂടെ വീക്കെൻഡിലെ സമയം കണ്ടെത്താറുണ്ട്. വീക്കെൻഡ്സിലൊക്കെയാണ് ഇങ്ങനെ പോകാറുള്ളത്. എനിക്ക് വീക്കെൻഡ്സ് ഡ്യൂട്ടി കുറവാണ്. അതങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകും. പിന്നെ വീക്ക് ഡേയ്സിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അതങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഒരു മോളുണ്ടല്ലേ, ഏഞ്ചലിലെ. അപ്പം പുള്ളിക്കാരി ഇവിടെ ഇല്ല. മോളിപ്പം യൂണിവേഴ്സിറ്റിയിലാണല്ലേ, യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാറ്റ്മോർ അല്ലേ? അപ്പം പിതാവിന്റെ പാദം പിന്തുടരുന്ന ആ മേഖലയിൽ തന്നെയാണോ മോൾ ഇപ്പം പഠിക്കുന്നത്? അതോ മോള് പഠിക്കുന്നത് ലോയ്ക്കാണ് പഠിക്കുന്നത്. പക്ഷെ ഓൾറെഡി അവള് ഇയർ 12 കഴിഞ്ഞപ്പം സമ്മർ ഹോളിഡേസിൽ സിമാപ്പിന്റെ കോഴ്സ് 2 മാസം കൊണ്ട് ചെയ്ത് പാസ്സായി. ക്വാളിഫൈഡ് സിമാപ്പ്. ഒരു ക്വാളിഫൈഡ് മോർഗേജ് അഡ്വൈസർ ആണ്. ചേച്ചി നേരത്തെ പറയണ്ടല്ലേ, വിൽ റൈറ്റിംഗ് ഓൾസോ. പിന്നെ ഇപ്പം ഇത് യൂണിക്കായിരുന്നു തൊട്ട് മുമ്പായിട്ട് വിൽ റൈറ്റിംഗിന്റെ കോഴ്സും പാസ്സായി. ഇപ്പം എമിലിനോട് എഡ്വിനോട് ചോദിക്കാനുള്ളത്, ആർക്കെങ്കിലും ഫാദറിന്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് ക്യാരി ഓൺ ചെയ്യാനോ ഫോർവേഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? We have, but then I've also got some views of my own. ഇപ്പം എഡ്വിൻ എന്ത് ചെയ്യുന്നു? I'm still in school. Right. I'm in year 11 doing GCSEs. Okay. How about you, Emil? I'm in year 9. Year 9, okay. So still working out, yeah? എന്താണ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ഒരു പ്ലാറ്റ്ഫോം അല്ലെ ജഗിച്ചേട്ടൻ സെറ്റ് തന്നിട്ടുണ്ട്. യു ക്യാൻ either take it on or you can carry forward with your desire. Absolutely fine. Final question, ക്രിസ്മസിന് എന്താണ് പ്ലാൻ
ഫാമിലി ഗ്യാതറിംഗ് ആണോ അതോ ട്രാവൽ ആണോ ഹോളിഡേസ് ആണോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഫാമിലി ഗ്യാതറിംഗ് ആണ്. ഞങ്ങൾ എൻ്റെ ഒരു കസിൻ വരുന്നുണ്ട് അയർലൻഡിൽ നിന്ന്. ഓക്കെ. പിന്നെ ഇവിടെ കസിൻസ് ഉണ്ട്. നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ് പ്രാവശ്യത്തെ ക്രിസ്മസ്. ഓക്കെ. 25-ാം തീയതി 26-ാം തീയതി 27-ാം തീയതി ആയിട്ട് 27-ാം തീയതി കാലിക്കുന്ന ഒരു ഫ്രണ്ട് ഫാമിലി വരാനുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ. Okay, fine, wonderful. So, wishing everyone a very, very Christmas, and may God bless you all. And thank you once again for being with us today. Thank you very much. Thank you.